Hi dears, welcome back to our channel arusmom. ഇന്ന് ഞാൻ കുറേ പഴയ കുപ്പികളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം ബോട്ടിലാട്ടൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലീൻ ചെയ്തെടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലേ ആകെപ്പാടെ വൃത്തികേടായി ചെളിയൊക്കെ പിടിച്ച് മണ്ണും പിടിച്ചിട്ടിരിക്കുന്നത് പറമ്പിൽ നിന്ന് പെറുക്കിയെടുത്ത കുപ്പികളാട്ടോ. കുറേ നാളായിട്ട് പറമ്പിൽ കിടന്നിരുന്നതാണ്. ഇപ്പം ഞാൻ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കുപ്പികളൊക്കെ തപ്പിപ്പിടിച്ചെടുക്കുന്നത്. കുപ്പികൾക്ക് ഇതിൻ്റെ മുകളിലുള്ള ക്യാപ്പ് മാറ്റി കഴിഞ്ഞാലും ഇതേപോലെ തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ കുറച്ച് പാടാണ്. ചിലത് പ്ലാസ്റ്റിക്കിൻ്റെ ആയിരിക്കും, ചിലത് മെറ്റലിൻ്റെ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഇതേപോലത്തെ സ്റ്റിക്കറൊക്കെ ഉണ്ടാവും. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചിലത് കളയാനായിട്ട്. അപ്പോൾ അതുമാണ് ഇന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നത്. ആദ്യം തന്നെ ഞാൻ ഈ കുപ്പികളൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാൻ പോവുകയാണ്. ഒരു 3-4 മണിക്കൂർ അതേപോലെ തന്നെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് വെക്കുക. ഇപ്പോൾ ഇതിൻ്റെ മണ്ണൊക്കെ നന്നായിട്ട് ഇളകി വരും. നല്ല ക്യാപ്പ് ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന കേട്ടോ. പിന്നെ സ്റ്റിക്കറൊക്കെ ഇളകി വരാൻ കുറച്ചും കൂടെ എളുപ്പമാണ് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ. ചിലർ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാറുണ്ട്. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ചൂടുവെള്ളത്തിലാണെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ ക്യാപ്പൊക്കെ ഊരിയതിന് ശേഷം ഇതേപോലെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ബക്കറ്റിൽ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന കേട്ടോ നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ കുപ്പി ഇങ്ങനെ പൊന്തി കിടക്കും. അപ്പോൾ അത് സ്റ്റിക്കർ വൃത്തിക്ക് പോകാൻ ചാൻസ് ഇല്ല. ഇതേപോലത്തെ കത്രിക ഉണ്ടാവില്ല എല്ലാവരുടെയും വീട്ടിൽ. ഇപ്പം ഞാൻ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ക്യാപ്പ് പൊട്ടിക്കുന്നത്. ആദ്യം ഇങ്ങനെ ക്യാപ്പ് പൊട്ടിക്കും. അതിൻ്റെ സൈഡ് ഇങ്ങനെ ഒന്ന് വിടിവിച്ചെടുക്കും. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് അതൊന്ന് ഇങ്ങനെ വരഞ്ഞു വെക്കും. കുറച്ചൊന്ന് അമർത്തി ഒന്ന് വരഞ്ഞു വെക്കും. അതിനുശേഷം ഒരു പ്ലെയർ വെച്ചിട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ ശക്തിയിലൊന്ന് വലിക്കുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോന്നോളൂ. ഞാൻ ആദ്യം ഒന്ന് വലിച്ചപ്പോൾ കുറച്ച് പൊട്ടിപ്പോന്നു. അതിന് ശേഷമാണ് ബാക്കി ഇങ്ങനെ വലിച്ചെടുത്തത്. അപ്പോൾ ആദ്യത്തെ വലിച്ചത് ഞാൻ ഷൂട്ട് ചെയ്തത് കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ കട്ടായിട്ടിരിക്കുന്നത്. കളർ പോർഷൻ മാറ്റിക്കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട്. ചിലതിൻ്റെ നമുക്ക് എളുപ്പത്തിൽ മേലെ നിന്ന് ഇങ്ങനെ മാറ്റിയെടുക്കാം. ഇതിൻ്റെ അങ്ങനെ പറ്റില്ല. പ്ലാസ്റ്റിക്കും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞാലേ പറ്റുള്ളൂ. അത് കത്രിക ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്ത് കളയാം. ഒത്തിരി കട്ടിയൊന്നുമില്ല, എന്നാലും ചെറിയൊരു കട്ടിയുണ്ട്. അത് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തതിന് ശേഷം മുകളിലോട്ട് വലിച്ചാൽ മതി, അത് ഉരുപ്പിക്കോളും. അതേപോലെ തന്നെ ഞാൻ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പും റിമൂവ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിൻ്റെ സ്റ്റിക്കർ പൊളിച്ചെടുക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈയൊക്കെ ഒന്ന് മുറിഞ്ഞു കേട്ടോ. അതാണ് ഇങ്ങനെ വെള്ളം പറ്റാണ്ടിരിക്കാനാണ് ഇങ്ങനെ വലിയൊരു കട്ടയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റിക്കർ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കർ പൊളിച്ചാലും ഇതിൻ്റെ ഒരു ഗമ്മ് അവിടെ ഉണ്ടാകും. അത് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലത് വേഗം പൊക്കോളും. നമ്മുടെ സ്റ്റീൽ സ്ക്രബ്ബർ ഇല്ലേ, അത് വെച്ച് ഉരച്ചാൽ ചിലത് വേഗം പൊയ്ക്കോളും. പക്ഷേ ഈ ബോട്ടിൽ, ഈ ടൈപ്പ് ബോട്ടിൽ ചില ബോട്ടിൽസിൻ്റെ ഉണ്ട് അങ്ങനെ പോകാത്തത്. അപ്പോൾ അതിന് നമുക്ക് വേറൊരു വഴിയും കൂടെ ഉണ്ട്. ഈ സ്റ്റിക്കർ ഞാൻ ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ച് കളയാണ്. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ സ്റ്റിക്കർ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോഴും നമുക്ക് കാണാം ആ ഗമ്മ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇതേപോലെ തന്നെ സ്റ്റിക്കർ കംപ്ലീറ്റ് ആയിട്ട് ഉരച്ച് കഴുകി കളയാം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഗമ്മ് കളയാനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ വെളിച്ചെണ്ണയാണ്. കോക്കനട്ട് ഓയിൽ കുറച്ച് എടുക്കാം. അതിനുശേഷം ആ ഗമ്മുള്ള ഭാഗത്ത് നമ്മളിതൊന്ന് കൈ കൊണ്ട് തൂത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയാൽ മതി. നല്ല ഫാസ്റ്റായിട്ട് പോകുന്നല്ല, എന്നാലും വളരെ നന്നായിട്ട് തന്നെ കുറച്ച് നേരം ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അത് ആ ഗമ്മ അവിടെ നിന്ന് മാറിക്കിട്ടും. അതിനുശേഷം നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്തെടുത്താൽ മതി നമ്മുടെ കുപ്പി. അപ്പം നീറ്റ് ആൻഡ് ക്ലീൻ ആയിക്കോളൂ. ഇനി ഞാൻ ഒരു പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ച് കാണിച്ചു തരാം. അപ്പോൾ അത് നന്നായിട്ട് എൻ്റെ ഗമ്മ പോയത് കാണാനായിട്ട് പറ്റും. ഇത് നന്നായിട്ട് ക്ലീൻ ആയില്ല. നമ്മൾ ആദ്യം കണ്ട പോലെ ഒന്നുമല്ലല്ലോ. കോക്കനട്ട് ഓയിലും കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഈ ഗമ്മ് മായ്ച്ച് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി എക്സസ് ആയിട്ട് എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊയ്ക്കോളും. ഇനിയിപ്പം ചില ബോട്ടിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് അഴുക്കുണ്ടാകും. അപ്പോൾ അത് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ കുറേ സമയം ഇത് വെള്ളത്തിലിട്ട് വെച്ച് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് സോപ്പും കൂടെ എടുത്തതിന് ശേഷം അതിലോട്ട് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കല്ലുപ്പ് ഇല്ല എങ്കിൽ നിങ്ങളുടെ ചെറിയ മണലോ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും മതി. അതിനുശേഷം നന്നായിട്ട് കുലുക്കി ക്ലീൻ ചെയ്തെടുക്കുക. ഞാൻ ഉൾഭാഗം ഒന്ന് പകുതി ക്ലീൻ ചെയ്തെടുത്തു. ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് ഗമ്മുണ്ട്. അപ്പോൾ അത് കളയാനായിട്ട് കുറച്ച് എണ്ണയും കൂടെ തേച്ച് നന്നായിട്ട് സ്ക്രബ്ബർ കൊണ്ട് ഉരച്ച് കഴുകി നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്താൽ മതി. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കുപ്പി ക്ലീനിങ് ഒക്കെ. ഇതിലും ഈസി ആയിട്ട് മെത്തേഡ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ എനിക്കും കൂടെ വേഗം ക്ലീൻ ചെയ്തെടുക്കാമല്ലോ. ഇനി ഞാൻ കഴുകിയെടുത്ത കുപ്പികളൊക്കെ ഒന്ന് കാണിച്ചു തരാം.
ആദ്യം കണ്ട കുപ്പിയൊന്നും അല്ല അല്ലേ, നല്ല ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽ ക്ലീനിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകണ്ട. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് വേഗം ചെയ്തോളൂ. അപ്പോൾ തൊട്ടടുത്ത് വരുന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.